നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇന്ന് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ആദ്യമേ ഓർമ്മപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇന്നലെ മുതൽക്ക് തന്നെ നമ്മുടെ വാർത്താ ചാനലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമായത് 13 വയസ്സായ ഒരു പെൺകുഞ്ഞിനെ കാണാനില്ല എന്നല്ലേ. വീട് വിട്ട് അമ്മയോടെന്തോ പിണങ്ങി വീട് വിട്ട് ഇറങ്ങിയതാണെന്നാണ് പറയുന്നത് പോലീസ്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. രാവിലെ വാർത്ത വെച്ച് നോക്കിയപ്പോൾ കണ്ടത് എന്താ, ആ പെൺകുട്ടിയെ കന്യാകുമാരിയിൽ കണ്ടു എന്നൊക്കെ പറയുന്നു. അന്വേഷണം തീവ്രമായി നടക്കുന്നുണ്ട്. നമുക്കെന്താണ്, ഈ ക്ലാസ് ഞാൻ എടുക്കുന്ന സമയം വരെ കണ്ടെത്തിയിട്ടില്ല. കുഞ്ഞ് ഇന്ന സ്ഥലത്താണെന്നറിയാം, പക്ഷെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന സമയം ചിലപ്പോൾ എന്ത് ചെയ്യാം, ആ കുഞ്ഞ് സുരക്ഷിതമായ കൈകളിൽ എത്തിയിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അല്ലേ, എത്രയും വേഗം സുരക്ഷിതമായ കൈകളിൽ ആ മകള് എത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ ദീർഘിപ്പിക്കാതെ എന്ത് ചെയ്യാം, ഇന്നത്തെ കാര്യത്തിലോട്ട് കടക്കാം. വേറൊന്നുമല്ല, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരെയും മത്സരങ്ങളിൽ വിജയിപ്പിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എന്ത് മത്സരം, ഏത് മത്സരം അല്ലേ? വേറൊന്നുമല്ല, നമ്മുടെ എല്ലാ മത്സരങ്ങളിലും ഉപന്യാസ രചന എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടാവും അല്ലേ. ഒരു മത്സരം എന്തായിരിക്കും മക്കളെ? ഉപന്യാസ രചനയായിരിക്കും. അത് കലോത്സവമായാലും ശരി, സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടായാലും ശരി, അല്ലാതെ ഏത് മത്സരം, വായനാ ദിനവുമായി ബന്ധപ്പെട്ടായാലും ശരി, എല്ലാ മത്സരങ്ങളിലും സ്കൂൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഉറപ്പായും ഒരു ചോദ്യം എന്തായിരിക്കും, ഒരു മത്സരം എന്തായിരിക്കും? ഉപന്യാസ രചന തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ ഉപന്യാസ രചനയ്ക്ക് മത്സരിച്ച് ജയിക്കാം അറിയണ്ടേ? എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഉപന്യാസ രചനയ്ക്ക് ജയിക്കണ്ടേ? അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് അതിലേക്കുള്ള ചവിട്ടുപടിയാണ്. അതായത് ഇതിൻ്റെ ബാക്കി എന്നുണ്ടാവും എന്നർത്ഥം, നാളെ ഒരു ഉപന്യാസം ഞാൻ എഴുതി കാണിക്കുമെന്ന് അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്ത് ചെയ്യാം, എന്താണ് ഉപന്യാസം എന്ന് ആദ്യമേ നോക്കാമല്ലോ. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഒരു വിഷയത്തെ വിശകലനം ചെയ്തുകൊണ്ട് എഴുതി തയ്യാറാക്കുന്നതാണ് എന്ത്? ഉപന്യാസം. ഒരു വിഷയത്തെ വിശകലനം ചെയ്തുകൊണ്ട് എഴുതി തയ്യാറാക്കുന്നതാണ് എന്ത് മക്കളെ? ഉപന്യാസം. അപ്പൊ ഞാൻ ചോദിക്കുക, എന്താ ഉപന്യാസം? ഒരു വിഷയത്തെ വിശകലനം ചെയ്തുകൊണ്ട് എഴുതി തയ്യാറാക്കുന്നതാണ് എന്ത്? ഉപന്യാസം. ഒരു വിഷയത്തെ വിശകലനം ചെയ്തുകൊണ്ട് എഴുതി തയ്യാറാക്കുന്നതാണ് എന്ത്? നമ്മുടെ ഉപന്യാസം. ഉപന്യാസം എന്താണെന്ന് നമ്മൾ നോക്കിയല്ലേ. ഇനി അത് എഴുതേണ്ട മാർഗം എന്താണ്, വഴി എന്താണ്, ഘട്ടങ്ങൾ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങളൊരു മത്സരത്തിന് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ മത്സരത്തിന് വായനാ ദിനവുമായിട്ട് ബന്ധപ്പെട്ട മത്സരമാണ്. അതിന് ചോദിക്കുകയാണ്, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നതാണ് വിഷയം. അല്ലാന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് മത്സരം നടത്തുമ്പോൾ ഉപന്യാസ രചനയ്ക്ക് തരുന്നത് വിഷയം സ്വാതന്ത്ര്യ സമരവും ആധുനിക ഇന്ത്യയും ആണെന്ന് വിചാരിക്കുക. അതേസമയം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി എങ്ങനെ വീണ്ടെടുക്കാം എന്നതാണ് വിഷയം എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 3 വിഷയം ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഉപന്യാസത്തിൽ മെയിനായിട്ട് എന്തുണ്ടാവും? ഒരു വിഷയം ഉണ്ടാകും, തലക്കെട്ട് അതായിരിക്കും. തലക്കെട്ട് എന്തായിരിക്കും? ആ വിഷയമായിരിക്കും അതിന്റെ തലക്കെട്ട് അല്ലേ. അപ്പോൾ ഒരു ഉപന്യാസത്തിന് ആദ്യം എന്ത് എഴുതണം മക്കളെ? തലക്കെട്ട് അല്ലെങ്കിൽ ശീർഷകം. തലക്കെട്ട് അല്ലെങ്കിൽ ശീർഷകം അത് എവിടെ ഉണ്ടാവും? ആ ഒരു ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും അല്ലേ. ആ വിഷയം എന്താണ്, തലക്കെട്ട് അതിൽ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ 3 ഘട്ടങ്ങളാണ് പ്രധാനമായും വരുന്നത്. ഉപന്യാസത്തിൽ എന്താ മക്കളെ വരുന്നത്? 3 ഘട്ടങ്ങൾ വരും. അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഉപന്യാസം എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഖണ്ഡിക തിരിച്ച് തന്നെ എഴുതണം. പാരഗ്രാഫ് ബേസ് ആയിട്ട് തന്നെ എഴുതണം. പാരഗ്രാഫ് എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ അടുത്ത വരിയുടെ സെന്റർ പൊസിഷനിൽ നിന്ന് മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വെട്ടുകയാണെങ്കിൽ ഒരൊറ്റ വെട്ട്, മാക്സിമം വെട്ട് വരുത്താതിരിക്കാൻ അല്ലെ, തെറ്റ് വരുത്താതിരിക്കാൻ ശ്രമിക്കുക. പിന്നെയോ ഇങ്ങനെ ഒരുപാട് കറുപ്പിക്കാതെ നോക്കുക. നല്ല നീറ്റായിട്ട് വിഷയമൊക്കെ എഴുതിയിട്ട് നല്ല തലക്കെട്ട് കൊടുത്തിട്ട് നല്ല അണ്ടർലൈൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് തന്നെ എഴുതി തുടങ്ങണം. ഇതൊക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ തലക്കെട്ട് നമ്മൾ എഴുതി, അതിനുശേഷം നമ്മൾ ഖണ്ഡിക തിരിച്ചല്ലേടാ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഉപന്യാസത്തിൽ തലക്കെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഖണ്ഡിക എന്ന് പറയുന്നത് മക്കളെ ആമുഖം. എന്താണ് ആമുഖം? നമ്മൾ എന്തെഴുതണം? ആമുഖം എഴുതണം. ആമുഖത്തിൽ എന്തൊക്കെയാ വേണ്ടത്? ആമുഖത്തിൽ നമ്മുടെ വിഷയത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അല്ലേ. ഉപന്യാസത്തിനൊരു വിഷയം, തലക്കെട്ടുണ്ടല്ലോ വിഷയം. ആ വിഷയത്തെ കുറിച്ച് വായിക്കുന്ന വായനക്കാരനെ ആകർഷിക്കുന്ന രീതിയിലുള്ള ആമുഖം വേണം എഴുതാൻ.
അതായത് നമ്മുടെ ഒരു പുസ്തകം ഇരിക്കുകയാണ്. ആ പുസ്തകം വെറുതെ പ്ലെയിൻ ആയിട്ട് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് കാണാൻ തോന്നുമോ? അതേസമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചാൽ കാണാൻ തോന്നുമോ? സ്വാഭാവികമായിട്ട് ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മെ ആകർഷിക്കും അല്ലേ? ചിത്രങ്ങൾ കാണുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെയാണ് ഉപന്യാസം എഴുതുമ്പോഴും ആദ്യത്തെ പാരഗ്രാഫ് ആമുഖം വളരെ ആകർഷകമായിരിക്കണം. നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. അതായത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ കുട്ടി കൊള്ളാം, നല്ല കാര്യവിവരമുള്ള കുട്ടിയാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, ടീച്ചർ മാർക്ക് അവിടെ ഇട്ട് തരണം. അതിനാദ്യം എന്ത് ചെയ്യണം, തലക്കെട്ട് കഴിഞ്ഞ് ആദ്യം വരുന്ന പാരഗ്രാഫിൽ, ആദ്യം വരുന്ന ഖണ്ഡികയിൽ നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞേ, നമ്മുടെ ആമുഖം വളരെ ആകർഷകമായ രീതിയിൽ എഴുതണം. വളരെ ആകർഷകമായ രീതിയിൽ നമ്മുടെ വിഷയത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ആകർഷകമായ രീതിയിൽ എഴുതണം. തലക്കെട്ട് കൊടുത്തു, അണ്ടർലൈൻ ചെയ്തു അല്ലേ, അടിവര ഇട്ടു, അടുത്ത് എന്ത് എഴുതി, നമ്മൾ ആമുഖം എഴുതിയല്ലേ. ആമുഖം എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു, വിഷയത്തിലേക്ക് ആകർഷിക്കുന്നതായിരിക്കണം ആമുഖം. ആമുഖം അതായത് അത്രത്തോളം ഭംഗിയായിട്ട് എന്ത് എഴുതിയിരിക്കണം, ആമുഖം എഴുതിയിരിക്കണം. അടുത്ത് രണ്ടാമത്തെ സ്റ്റേജ്, രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്ന മക്കളെ എന്താണെന്ന് പറയുമ്പോൾ പ്രതിപാദ്യം എന്ന് പറയും. പ്രതിപാദ്യം എന്താ ഈ പ്രതിപാദ്യം എന്ന് പറയുന്നത്? വേറെ ഒന്നുമല്ല, നമുക്കൊരു വിഷയം ഉണ്ടാവുമല്ലോ, ആ വിഷയത്തെ നമ്മൾ നല്ലോണം വിശകലനം ചെയ്യും. അതായത് വിഷയവുമായി ബന്ധപ്പെട്ട മാക്സിമം, അതായത് ഒരുപാട് ആശയങ്ങൾ, വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന ആശയങ്ങളെയും കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുതുന്നതായിരിക്കണം പ്രതിപാദ്യം എന്ന് പറയുന്നത്. പ്രതിപാദ്യം എന്ന് പറയുന്ന ഖണ്ഡിക ഒത്തിരി എഴുതാനുണ്ടാവും, അത് ഒരുപാടുണ്ടാവും. നാം എഴുതുന്ന ഉപന്യാസത്തിൻ്റെ വിഷയത്തെക്കുറിച്ച്, നമ്മൾ എഴുതുന്ന ഉപന്യാസത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അറിഞ്ഞുകൊണ്ട്, അതായത് എല്ലാ വശങ്ങളും അറിഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രധാന ആശയങ്ങൾ നാം തിരിച്ചറിഞ്ഞ എല്ലാ ആശയങ്ങളും എഴുതി സമർപ്പിക്കുന്നതാണെന്ന് പറയുന്നത് ഈ പ്രതിപാദ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഖണ്ഡികയിൽ അപ്പോൾ വിഷയത്തിൻ്റെ പരമാവധി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലേ. രണ്ടാമത്തെ ഖണ്ഡികയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ വിഷയം, ആ തലക്കെട്ടുമായി ബന്ധപ്പെട്ട, ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളും പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് തന്നല്ലോ. അപ്പോൾ അങ്ങനെ അത് എഴുതുമ്പോൾ വായനക്കാരനെ അല്ലേ, ആമുഖം വായിച്ചത് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അടുത്ത പാരഗ്രാഫ് വായിക്കത്തുള്ളൂ. അപ്പോൾ ആ വായനക്കാരന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ആ ഒരു പാരഗ്രാഫിൽ നിന്നും മനസ്സിലായിരിക്കണം. വായനക്കാരന് ആ ഒരു ആശയങ്ങൾ ഇത് വായിക്കുമ്പോൾ എന്ത് ചെയ്യണം മക്കളെ, മനസ്സിലായിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം നിലപാട് അവിടെ പറഞ്ഞിരിക്കണം. അതായത് വായന, ഇന്നത്തെ സമൂഹത്തിൽ വായന കുറയുന്നുണ്ട് അല്ലേ, ഒത്തിരി കുറയുന്നുണ്ട്. അതായത് പത്രം ഉപേക്ഷിക്കുന്നു, പുസ്തകങ്ങൾ കുറേ പേര് ഉപേക്ഷിക്കുന്നു, പകരം എന്താണ്, സോഷ്യൽ മീഡിയാസ് ഒരുപാടുള്ളത് തന്നെയില്ലേ ആണ്. അപ്പോൾ അതിനെ ഇനി നമുക്ക് മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അതിനെ ഇനി പഴയ ഊർജ്ജത്തോടെ തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമ്മുടെ സ്വന്തം നിലപാട് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടാവണം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്വന്തം നിലപാട് കൂടെ അവിടെ എഴുതിയിട്ടുണ്ടാവണം. എവിടെ, മൂന്നാമത്തെ ഖണ്ഡികയിൽ ഉപസംഹാരമാണ് വരുന്നത്. എന്താണ് വരുന്നത്, ഉപസംഹാരം. ഉപസംഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യം, നമ്മുടെ വിലയിരുത്തൽ, നമ്മുടെ നിലപാട്, ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് എന്ത് മനസ്സിലായി, എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് എഴുതുന്നതാണ് എന്ത്, മൂന്നാമത്തെ ഖണ്ഡിക എന്ന് പറയുന്നത്. ആ മൂന്നാമത്തെ ഖണ്ഡികയിലാണ് എന്ത് വരുന്നത്, നമ്മുടെ നിലപാടും അഭിപ്രായവും ഒക്കെ ലാസ്റ്റ് എഴുതി നമ്മൾ സമർത്ഥിക്കണം ഈ വിഷയത്തെക്കുറിച്ച്. കേട്ടോ, മനസ്സിലായോ? അപ്പോൾ ആദ്യം തലക്കെട്ട് കൊടുക്കുക, അടിവര ഇടുക, ആമുഖത്തിൽ എന്ത് ശ്രദ്ധിക്കണം, വായനക്കാരനെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം ആമുഖം എന്ന് പറയുന്നത്. ആശയവുമായി ബന്ധപ്പെട്ട് വളരെ ആസ്വാദ്യകരമായി തന്നെ എന്ത് എഴുതിയിരിക്കണം, ആമുഖം ആ വിഷയവുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കണം. അത് പിന്നീട് എന്ത് പറഞ്ഞു, ഖണ്ഡിക തിരിച്ചു വേണം എഴുതാൻ. അപ്പോൾ ആമുഖം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പ്രതിപാദ്യം എന്ന് പറയും. അതായത് നമുക്ക് നൽകിയിട്ടുള്ള വിഷയം, നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രധാന ആശയങ്ങളും കുറിച്ചു വെക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പ്രതിപാദ്യം എന്ന് പറയുന്നത്. ഈ പ്രതിപാദ്യം വായിക്കുന്ന ആളിന് എന്ത് ചെയ്യണം, ആ വിഷയത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രതിപാദ്യം എഴുതേണ്ടത്. ഒടുവിൽ ഉപസംഹാരമാണ് വരുന്നത്. അവിടെ നമ്മുടെ നിലപാടുകൾ, നമ്മുടെ കാഴ്ചപ്പാടുകളെല്ലാം നമുക്ക് അവിടെ വ്യക്തമാക്കി എഴുതി ആ വിഷയത്തെക്കുറിച്ച് എഴുതി വെക്കാം. ശ്രദ്ധിക്കുക, ഖണ്ഡിക തിരിച്ചെഴുതുന്നതിന് പ്രത്യേകിച്ച് മാർക്കുണ്ട്, തലക്കെട്ടിന് മാർക്കുണ്ടാവും, ആമുഖം വളരെ ഭംഗിയായിട്ട് എഴുതുന്നതിന് മാർക്കുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തലങ്ങൾ ചിന്തിച്ചിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് ഉപന്യാസ രചനയ്ക്ക് എന്ത് പറ്റൂ, ഫസ്റ്റ് നേടാൻ പറ്റൂ. നമുക്ക് ഒന്നാമതെത്തേണ്ട, എല്ലാവർക്കും ഒന്നാമതെത്തണം അല്ലേ.
അപ്പോൾ ഒന്നാമതെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പടിപ്പടിയായിട്ട് കയറണം. അതിൻ്റെ പടികളാണ് ഏതെന്ന് പറയുന്നത്? ഒന്നാമതെത്തേണ്ടതിൻ്റെ ആദ്യം തലക്കെട്ട്, രണ്ടാമത് ആമുഖം, മൂന്നാമത് പ്രതിപാദ്യം, നാലാമത് ഉപസംഹാരം. അത്രയും പടികൾ നമ്മൾ എഴുതി എഴുതി കയറുമ്പോൾ ഒന്നാമനായി നമുക്ക് മാറാനായി സാധിക്കും. ഇനി നിഷ്പ്രയാസം ഉപന്യാസ രചന നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ലേ മക്കളെ? തീർച്ചയായും പറ്റും. എന്തുകൊണ്ട് പറ്റില്ല? അതിൻ്റെ ഘട്ടങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ആ വിഷയത്തെക്കുറിച്ചും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും അല്ലേ? അതായത് ഉപന്യാസത്തിന് വിഷയം തരുമ്പോൾ ചാടിക്കേറി എഴുതി തുടങ്ങരുത് ഒരിക്കലും. നമ്മൾ എന്ത് ചെയ്യുക? ഒരു 2 മിനിറ്റ് ചിന്തിക്കുക. എന്താണ് വിഷയം? ചോദ്യ പേപ്പറിലുള്ള വിഷയം എന്താണ്? ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? അത് എങ്ങനെ രസകരമായി എഴുതാം എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഉപന്യാസം എഴുതുമ്പോൾ ചാടിക്കേറി എഴുതാൻ നിൽക്കരുത്. നമ്മൾ വിഷയത്തെക്കുറിച്ച് 2 മിനിറ്റെങ്കിലും ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ കുഞ്ഞെ? എഴുതാനായിട്ട് പാടുള്ളൂ. ഉപന്യാസം എഴുതുമ്പോൾ പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. തലക്കെട്ട്, ആമുഖം, പ്രതിപാദ്യം, ഉപസംഹാരം. ഉപസംഹാരത്തിൽ നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കി ഉപസംഹരിച്ചെഴുതുക അല്ലേ? നമ്മുടെ പ്രതിപാദ്യത്തിൽ എന്താണ്? പരമാവധി ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് വായനക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ എഴുതിയിരിക്കണം. ആമുഖം അറിയാലോ, വളരെ ആകർഷിക്കുന്ന രീതിയിൽ വിഷയത്തെ ബന്ധപ്പെടുത്തി എഴുതുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ എന്തായി? ഉപന്യാസ രചന കംപ്ലീറ്റ് ആയി. നാളെ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് ഉപന്യാസം എങ്ങനെ എഴുതാമെന്ന് കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ മക്കളെ. എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ, അവർക്കും കൂടെ പ്രയോജനപ്പെടട്ടെ. പിന്നെ എന്തുവാ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ലൈക്ക് ചെയ്യുക, പിന്നെ നന്നായിട്ട് പഠിക്കുക. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ കുഞ്ഞുങ്ങൾക്കും തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.